അപ്പം നമുക്ക് പൈത്തൺ തുടങ്ങാം. എങ്ങനെയാണ്? നിങ്ങൾ ഏതെങ്കിലും ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ ലാംഗ്വേജ് അന്ന് എടുത്തായിരുന്നല്ലേ? മിസ് എടുത്താൽ ഞാൻ തന്നെ എടുത്താൽ ഇയാൾക്ക് എടുത്തിട്ടില്ലല്ലോ ആദ്യത്തെ. ഇപ്പം ലാംഗ്വേജാണ് നമ്മൾ പഠിക്കാൻ പോകണം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് ആണല്ലേ? നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നതുകൊണ്ടല്ലേ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാണ്. അപ്പം നമുക്ക് സിസ്റ്റത്തെ കൊണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? സിസ്റ്റത്തിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഏതാണ്? ബൈനറിയാണ്. ഈ സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുമോ പ്രോഗ്രാം? നടപടിയാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് നമ്മൾ ഓരോ തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പല ഘട്ടങ്ങളിൽ വികസിപ്പിച്ചുകൊണ്ട് വന്നത്. ഇപ്പോൾ ഇവോൾവ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറഞ്ഞാൽ. പൈത്തൺ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. ഏറ്റവും ശരിക്കും പറഞ്ഞാൽ അത് ബിഗിനേഴ്സ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്ക് പൈത്തൺ പഠിക്കാനായിട്ട് വളരെ സിമ്പിളായിരിക്കും എന്നാണ് പറയണത്. പക്ഷേ അക്കാഡമിക്കലി നമ്മൾ പഠിക്കാൻ നേരത്ത് ഏറ്റവും ആദ്യം പഠിക്കുന്ന C++ ആണ്. ലാംഗ്വേജുകളിൽ ഏറ്റവും പാടായിട്ടുള്ളൊരു ലാംഗ്വേജാണ് C++ എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് പഠിക്കണം എന്ന് നിങ്ങളോട് പറയണത് ഏതൊരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ C++ എന്ന് പറയുന്ന ലാംഗ്വേജിൽ നിന്നാണ്. സിയും C++. ഓക്കെ, പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയൊക്കെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അതിൽ കുറച്ച് കോഡും കാര്യങ്ങളേ ഉള്ളൂ. അധികം കാര്യങ്ങളൊന്നും നമുക്കില്ല. എല്ലാം സിൻറ്റാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷുമായിട്ട് സിമിലർ ആയിട്ടുള്ള കീവേഡുകളും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഗൈഡോ വാൻ റസം എന്ന് പറയുന്ന ഒരാളാണ് ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്തത്. ഗൈഡോ വോൺ റസം എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൈത്തൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ ഒരു ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ ഈ പൈത്തണിൽ എഴുതിയാലും കമ്പ്യൂട്ടറിന് മനസ്സിലാവുമോ? ഇല്ല, അതിനെയും കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ പൈത്തൺ എഴുതുന്നു. പൈത്തൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മെഷീൻ്റെയും ഇടയ്ക്ക് ഒരു സംഭവമുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഇൻ്റർപ്രറ്റർ. ഇൻ്റർപ്രറ്റർ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കുറേ ലൈൻസ് ഓഫ് കോഡ് എഴുതുന്നു. ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യും? നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഒരു ലൈൻ ഓഫ് കോഡ് എടുക്കും. അതിലെന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എറർ ഇല്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കും. പിന്നെ അടുത്ത ലൈൻ ഓഫ് കോഡ് എടുക്കും, എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. മൂന്നാമത്തെ ലൈനിൽ എറർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആ എറർ നമുക്ക് ഡിസ്പ്ലേ കാണിക്കും. ഇൻ്റർപ്രറ്റർ അങ്ങനെയാണ് ചെയ്യുന്നത്. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് ആര് ചെയ്യുന്നത്? ഇൻ്റർപ്രറ്റർ. ഇതുപോലെ തന്നെ വേറൊരു സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ എന്ന് പറയും. കമ്പൈലർ C++ എല്ലാം കമ്പൈൽഡ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ കമ്പൈലർ എന്താ ചെയ്യണേ? നമ്മൾ മൊത്തം പ്രോഗ്രാമും എറർ ഫ്രീ ആയാൽ മാത്രമേ അത് റൺ ചെയ്യുള്ളൂ. എല്ലാ പ്രോഗ്രാമും എറർ ഫ്രീ ആയാൽ മാത്രമേ, മൊത്തം ലൈൻ ഓഫ് കോഡ് എറർ ഫ്രീ ആയാൽ മാത്രമേ കമ്പൈലർ എന്ത് ചെയ്യുള്ളൂ? അതിനെ റൺ ചെയ്യുള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല. ഒരു ലൈനിൽ എററൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ കുറച്ച് കോംപ്ലക്സിറ്റി കൂടിയത് ഏതിനാണ്? കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്. പൈത്തനെ സംബന്ധിച്ച് ഇത് രണ്ടും ചെയ്യും. ഇൻ്റർപ്രറ്റഡ് ആണെന്നുണ്ടെങ്കിലും കമ്പൈൽഡും ആണത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ബെനിഫിറ്റ് ഉള്ളത്? നേരത്തെ ചെയ്ത ജാവയിലോ C++ലോ സിയിലോ ഒക്കെ ചെയ്ത ആ ആപ്ലിക്കേഷൻസ് നമുക്ക് പൈത്തൺ ലാംഗ്വേജിലെ ആപ്ലിക്കേഷൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായി. ഓക്കെ, അതുപോലെ തന്നെ പൈത്തൺ എന്ന് പറയുന്നത് ഭയങ്കര ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്ക് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം? ഡയറക്റ്റ്ലി നമുക്ക് കോഡ് എഴുതിയിട്ട് ഡയറക്റ്റ് തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. ചില ലാംഗ്വേജസിലെന്ന് വെച്ചാൽ ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് വേണം? അത് ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്യൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പല ലാംഗ്വേജിനും പല രീതിയിലാണ് വരുന്നത്. പക്ഷേ പൈത്തൺ എന്ന് പറയുന്നത് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റ് എന്താണ്? ഓരോ കാര്യങ്ങളും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, അതായത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല ക്ലാസ്സസും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ പല കൺസെപ്റ്റുകളാണ് വരുന്നത്. ക്ലാസ്സസ് ഉണ്ട്, ഒബ്ജക്ട്സ് ഉണ്ട്, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, അങ്ങനെ കുറേ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് C++ൻ്റെ ഉള്ളിലാണ്. അങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റുകളെല്ലാം എവിടെയും ഉണ്ട്? പൈത്തണിലും ഉണ്ട്.
അതുകൊണ്ടിട്ട് നമുക്ക് ഈ പറയുന്ന പഴയ ലാംഗ്വേജുകളിൽ ഉണ്ടാക്കിയ ആപ്ലിക്കേഷനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടിട്ട് കൂടിയാണ്. ഓക്കെ, ഒരു ബിഗിനേഴ്സ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അധികം സിൻറ്റാക്സും വളച്ചുകെട്ടും കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് അങ്ങ് എന്താണോ ഉള്ളത് അത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്നത് പോലെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് ഇത് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. എക്സ്പ്രസീവ് എന്ന് വെച്ചാൽ മോർ അണ്ടർസ്റ്റാൻഡബിൾ, റീഡബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ ABCD അറിയാത്ത ഒരാളാണെങ്കിലും ആ പൈത്തൻ്റെ കോഡ് വായിച്ച് അയാൾക്ക് മനസ്സിലാവും ഇന്ന കാര്യത്തിനുള്ളത്. ഇപ്പോൾ ഒരു പൈത്തൺ കോഡാണ് പ്രിൻ്റ് ഹലോ. നിങ്ങൾ പൈത്തൺ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാമല്ലേ ഇത് ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യാനാണെന്ന്. അതായത് ഒരു സാധാരണക്കാരനെ വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അയാൾക്ക് കോഡ് എഴുതാൻ പറ്റില്ല. കോഡ് എഴുതണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സിൻറ്റാക്സ് അറിയണം. റീഡബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടിട്ടാണ് എന്താ പറയുന്നത് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. ഇൻ്റർപ്രറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്താണ് ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ് എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ഏതൊക്കെയാണ്? വിൻഡോസ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, യൂണിക്സ് ഉണ്ട്, OS/2 അങ്ങനെ കുറേ ഉണ്ടല്ലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഞാനിപ്പോൾ ലിനക്സിൽ എഴുതിയ സെയിം പൈത്തൺ പ്രോഗ്രാം ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സിലിട്ടാലും യൂണിക്സിലിട്ടാലും OS/2 സെയിം പോലെ തന്നെ വർക്ക് ചെയ്യുള്ളൂ. അതാണ് ക്രോസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ലാംഗ്വേജും അങ്ങനെയല്ല. C++ൽ ഞാൻ വിൻഡോസിൽ എഴുതിയ പ്രോഗ്രാം ലിനക്സിലിട്ടാലും കറക്റ്റ് അതുപോലെ വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. പോരാട്ടോ. അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ അത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. എന്താണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ? ലിനക്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ സോഴ്സ് ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ്? നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണത്. നമുക്കത് യൂസ് ചെയ്ത് നമ്മളുടേതായ രീതിയിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അപ്ഡേറ്റ് ചെയ്താലും അത് നല്ലൊരു വേർഷനാണെന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യണമെന്നുള്ള റൂളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് പൈത്തനും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് അത് ഓപ്പൺ സോഴ്സ് ആണെന്ന് പറയുന്നത്. എക്സ്റ്റെൻസിബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ C++ലോ ജാവയിലോ എഴുതിയ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യാനായിട്ട് അത് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കുറേ സ്റ്റാൻഡേർഡ് ലൈബ്രറി C++നേക്കാൾ കൂടുതൽ ലൈബ്രറീസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് പ്രോഗ്രാമിങ്ങിൽ വരുന്നത്. കുറേ ഫ്രെയിം വർക്കുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോട്ട് പാഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലൊന്നും അല്ല. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഐഡൻറ്റിഫയേഴ്സ് ആൻഡ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്താണ് ഒരു ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയുന്നത്? എന്താ? ഒരു വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നെയിമാണ് ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞത്. ഒരു വേരിയബിൾ എന്താണ്? അപ്പോൾ വേരി ചെയ്യുന്ന വാല്യൂകൾ എന്താണോ ഒരു വേരിയബിൾ? ഒരു വാല്യൂ. ഇപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അതിനൊരു പേര് കൊടുക്കണം. മെമ്മറിയിൽ വെറുതെ കൊണ്ട് വാല്യൂ ഇടാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നതിന്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 5ന് A എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തിട്ട് അതിലേക്ക് 5 നമ്മൾ അസൈൻ ചെയ്യും. അപ്പോൾ വേരിയബിൾ നെയിം എന്താണ്? A ആണ്. ഓക്കെ, അപ്പോൾ ഈ വേരിയബിൾ നെയിമാണ് ഇത് പറയുന്നത്. നമ്മൾ പൈത്തണിൽ വേരിയബിൾ നെയിംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് വേരിയബിൾ നെയിം ഉണ്ടാക്കാനായിട്ട് ക്യാപിറ്റൽ A to Z യൂസ് ചെയ്യാം, സ്മോൾ ലെറ്റർ A to Z യൂസ് ചെയ്യാം, അതുപോലെ തന്നെ 0 to 9 ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, അണ്ടർസ്കോർ യൂസ് ചെയ്യാം. പക്ഷേ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ ഒരു വേരിയബിൾ നെയിം ഒരിക്കലും നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് 1NO = 20 എന്ന് എഴുതാൻ പാടില്ല. NO 1 = 20 എന്ന് എഴുതിയാൽ കറക്റ്റാണ്. ഒരിക്കലും നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. വേരിയബിൾ നെയിം ഒരിക്കലും നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ കീവേഡുകൾ, അതായത് സിസ്റ്റം ഓൾറെഡി റിസർവ്ഡ് ആയിട്ടുള്ള അത് ഉപയോഗിക്കുന്ന വേർഡുകളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ നേരത്തെ ഒരു ഫംഗ്ഷൻ എഴുതി, പ്രിൻ്റ് എന്ന് എഴുതിയല്ലേ. ഈ പ്രിൻ്റ് എന്ന് പറയുന്ന സംഭവം എന്തെന്നാ? പൈത്തൻ്റെ ഉള്ളിൽ ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ആ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ അത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്കൊരു വേരിയബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പ്രിൻ്റ് =
റോയൽ എന്നൊരിക്കലും എഴുതാൻ പറ്റില്ല. കാരണം എന്താ, പ്രിൻ്റ് എന്ന് പറയുന്നത് പൈത്തൻ്റെ ഒരു വേർഡാണ്. അതായത് നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് മലയാളത്തിൽ കുറേ വാക്കുകളില്ല, അതേപോലെ തന്നെ പൈത്തൻ്റെ ഒരു വാക്കാണ് എന്ത്, ഈ പറയുന്ന പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതൊരിക്കലും നമുക്കൊരു വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും പാടില്ല. അതുപോലെ തന്നെ ഒരു വേരിയബിൾ നെയിമിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഇടാം, ലിമിറ്റ് ഇല്ല അതിന്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വേരിയബിൾ നെയിം കൊടുക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്, ഇത്ര ക്യാരക്ടറേ പറ്റുള്ളൂ എന്നുണ്ട്. പക്ഷേ പൈത്തണിൽ ഒരിക്കലും അത് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്കൊരു വേരിയബിൾ നെയിമിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. റിസർവ് വേർഡ്സ് അല്ലെങ്കിൽ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ പൈത്തൻ്റെ ഉള്ളിൽ ആ പ്രോഗ്രാമിങ്ങിനുള്ളിൽ സ്പെസിഫിക് ആയിട്ട് ടാസ്ക് എഴുതി വെച്ചിരിക്കുന്ന പൈത്തൻ്റെ വേർഡുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയ പ്രിൻ്റ് അങ്ങനത്തെ കുറേ നമ്മളിനി പഠിക്കാൻ പോകുന്നുണ്ട് കുറേയൊക്കെ, അതെല്ലാം ഇതെന്നാണ്, കീവേഡ്സാണ്. ഇനി പൈത്തണിൽ നമുക്ക് ഇൻഡൻറ്റേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇൻഡൻറ്റേഷൻ സിമ്പിൾ പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാവില്ല ഇൻഡൻറ്റേഷൻ എന്താണെന്ന്. നമ്മൾ ബ്ലോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇൻഡൻറ്റേഷൻസ് വെച്ചിട്ടാണ്. കണ്ടീഷൻ സ്ട്രക്ചേഴ്സ് തുടങ്ങുന്ന നേരത്ത് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, അന്നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ. ഇനി വരുന്നത് കമൻറ്റിങ് എന്ന് പറയുന്ന പോർഷനാണ്. കമൻറ്റിങ് എന്ന് വെച്ചാൽ എന്താ, കമൻറ്റ് ചെയ്യും അല്ലേ, നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുക, അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിരുന്ന് എന്തെങ്കിലും പറയുക, അങ്ങനെ നമ്മൾ പറയും കമൻറ്റിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ 5 വർഷം കഴിഞ്ഞപ്പോൾ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോയി. പിന്നെ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് അവിടെ വന്നത്. അപ്പോൾ ഇയാൾ എഴുതി വെച്ചിരിക്കുന്ന കോഡ് അയാൾക്ക് മനസ്സിലാവും, കുറേയൊക്കെ മനസ്സിലാവും, പക്ഷേ പെട്ടെന്ന് മനസ്സിലാവില്ല, അയാൾ കുറേ കുത്തിയിരുന്ന് നോക്കേണ്ടി വരും. പക്ഷേ അയാൾ എഴുതി വെക്കുകയാണ്, ഇങ്ങനെ എഴുതി വെക്കുക, ദ ഫോളോയിങ് കോഡ് ഈസ് ഫോർ ഫെച്ചിങ് ഡാറ്റ ഫ്രം ടേബിൾ സ്റ്റുഡൻറ്റ് TBL എന്ന് എഴുതി വെക്കണമെങ്കിൽ എന്ത് മനസ്സിലാവും, താഴെ എഴുതാൻ പോണ കോഡ് സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാനാണെന്ന് അയാൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഈ കോഡ് അരിച്ച് പെറുക്കി നോക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണേ, കമൻറ്റിങ് എന്ന് പറയുന്നത്. കോഡിൻ്റെ ഒപ്പം അത് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ എഴുതുന്നതിനെയാണ് കമൻറ്റിങ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ലൈൻ ഉണ്ടല്ലേ, രണ്ടാമത്തെ ലൈനും തുടങ്ങുമ്പോഴോ അവിടെയും ഹാഷ് ഇടണം. ഇത് സിംഗിൾ ലൈൻ കമൻറ്റിങ് ആണ്. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്, സിംഗിൾ ലൈൻ കമൻറ്റിങ്. മൾട്ടി ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തുടങ്ങുന്ന ഓരോ ലൈനിന് മുമ്പ് നമ്മൾ ഹാഷ് ഇടണം, അല്ലെങ്കിൽ എന്ത് വേണം, ട്രിപ്പിൾ ഡബിൾ കോട്ട്സ് ഇടാം. ഇതും മൾട്ടി ലൈൻ കമൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. കമൻറ്റിങ് എന്താണപ്പോൾ, കമൻറ്റിങ് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല, ആ യൂസറിനെ വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. അതൊരിക്കലും എക്സിക്യൂട്ടും ചെയ്യില്ല, ഔട്ട്പുട്ട് വിൻഡോയിൽ ഈ എഴുതിയേക്കുന്ന സംഭവം വരികയുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് കമൻറ്റിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനത്ത് എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ x=5 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലറേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് എക്സിലേക്ക് 5 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ എക്സിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും. എക്സിൻ്റെ ടൈപ്പ് ഇൻറ്റീജറായിട്ടായിരിക്കും വരിക. അപ്പോൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്, ഒരു ഇൻറ്റീജർ വാല്യൂ സേവ് ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ്, ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്ത് വെച്ചിട്ട് അവിടെ ആയിരിക്കും ഈ 5 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നത്. മെമ്മറി റിസർവേഷനാണ് ശരിക്കും എന്ത് ചെയ്യണത്, വേരിയബിൾസ് ചെയ്യുന്നത്. ഓക്കെ, ഡിക്ലറേഷൻ എന്ന് ഞാൻ പറഞ്ഞു, മറ്റുള്ള ലാംഗ്വേജിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. ഇൻറ്റ് എക്സ് ആണ്, ഇൻറ്റീജർ എക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, =5 എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മളൊന്നും പറഞ്ഞു കൊടുത്തില്ല, x=5 എന്നാണ് പറഞ്ഞത്. സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആണ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണെന്ന് പറഞ്ഞെടുത്തത്. കാരണം
അതിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്ന എന്ത് വാല്യൂ ആണെന്ന് സിസ്റ്റം ചെക്ക് ചെയ്യും. ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്, ഒരു ഹോൾ നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യും സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ കൊടുക്കും. ഇപ്പോൾ y ഈക്വൽ ടു ഞാൻ സ്കൈ എന്ന് കൊടുത്തു. y ഈക്വൽ ടു സ്കൈ എന്ന് കൊടുത്താൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി വൈയുടെ ടൈപ്പ് എന്താക്കും? സ്ട്രിങ് ആക്കും. കാരണം എന്താണ്? സ്കൈ എന്ന് പറയുന്ന വാല്യൂ സ്ട്രിങ് വാല്യൂ ആണ് വൈയിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് സിസ്റ്റം എന്തായിട്ട് എടുക്കും? സ്ട്രിങ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി എടുക്കും. ഓക്കെ, നമ്മൾ നോക്കാം. നമ്മുടെ മൾട്ടിപ്പിൾ അസൈൻമെൻ്റ് ആണ്. അതായത് 3 വേരിയബിൾ എക്സ്, വൈ, ഇസെഡ്. ഇതിലേക്ക് എനിക്ക് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യണം. എന്ത് ചെയ്യും? എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 5 എന്ന് കൊടുത്താൽ എക്സിന് എന്ത് വാല്യൂ ആവും? 5 ആവും. വൈക്ക് എന്ത് വാല്യൂ ആവും? 5 ആവും. ഇസെഡിന് എന്ത് വാല്യൂ ആവും? 5 ആവും. ഇതാണ് സിംഗിൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. സിംഗിൾ അസൈൻമെൻറ്റ് ഏതാ? y ഈക്വൽ ടു 6 എന്ന് പറയുന്നത് സിംഗിൾ അസൈൻമെൻ്റ് ആണ്. ഇത് മൾട്ടിപ്പിളാണ്. എക്സിലേക്കും വൈയിലേക്കും ഇസെഡിലേക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ 5 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നത് മൾട്ടിപ്പിൾ അസൈൻമെൻ്റ് ആണ്. ഇത്രയൊക്കെയാണോ? അടുത്ത് നമ്മൾ നോക്കാൻ പോണ ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെ രീതിയിലുള്ള ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ എന്താ? പ്ലസ് മൈനസ് അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ വരാത്തത് ഞാൻ പറഞ്ഞു, പൈത്തൺ എന്ന് പറയുന്നത് AI സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്തായാലും കോംപ്ലക്സ് മാത്തമാറ്റിക്സ് ഫങ്ഷൻസ് ആണ് ആക്ച്വലി അതിൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ പല രീതിയിൽ തിരിക്കാം. ഫസ്റ്റ് വരുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതുപോലെ തന്നെ എക്സ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ കൂടി ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്, എക്സ്പോണൻ്റ്. പിന്നെ മോഡുലസ്, ഫ്ലോർ ഡിവിഷൻ. ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് എന്തിൽ വരുന്നത്? അരിത്തമെറ്റിക്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? പ്ലസ് ഓപ്പറേറ്റർ അഡീഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൈനസ് ഓപ്പറേറ്റർ ഡിഫറൻസ് കാണാൻ. സ്റ്റാർ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഡിവിഷനോ ഡിവൈഡ് ചെയ്യാൻ. എക്സ്പോണൻ്റ് ഓപ്പറേറ്റർ, അതായത് 2 സ്റ്റാർ വരുന്നതാണ് എക്സ്പോണൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എക്സ് സ്റ്റാർ 3 എന്ന് പറയുന്ന എന്ന് വെച്ചാൽ എന്തിന് ഈക്വലാണ്? എക്സ് റൈസ് ടു 3 എന്ന് പറയുന്നതിന് ഈക്വലാണ്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതാണ് എക്സ്പോണൻ്റ് ഓപ്പറേറ്റർ, 2 സ്റ്റാർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? എക്സ് റൈസ് ടു ക്യൂബ് എന്നാണ്. നമുക്കപ്പോൾ 2 സ്റ്റാർ ഇട്ടാൽ പെട്ടെന്ന് കാര്യം നടക്കും. ഫ്ലോർ ഡിവിഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് വരിക? നമുക്ക് ചിലത് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.56 എന്നൊക്കെ പറഞ്ഞ് കോഷ്യൻ്റ് കിട്ടും അല്ലേ? അതിനെ ഫ്ലോർ ചെയ്യുക, അതായത് 3 മാത്രം എടുക്കാം. അതിനെയാണ് നമ്മൾ ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുന്നത്. ഈ പെർസെൻറ്റേജ് സിമ്പിൾ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? പെർസെൻറ്റേജ് കാണാനാണോ? അല്ല. പിന്നെ പറയണത് മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ്. എന്താണ് മോഡുലസ് ഓപ്പറേറ്റർ? ഇപ്പം ഞാൻ 10 മോഡുലസ് 3 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും അറിയോ? 1 കിട്ടും. എങ്ങനെ കിട്ടും? 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 3 കിട്ടും അല്ലേ? 1 റിമൈൻഡർ വരുമോ? ആ റിമൈൻഡറാണ് മോഡുലസ് ഓപ്പറേറ്റർ എന്ന്. ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ റിമൈൻഡേഴ്സ് എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എന്ത് തരുന്നത്? മോഡുലസ് ഓപ്പറേറ്റർ തരുന്നത്. ഓക്കെ അല്ലേ? അതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. റിലേഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റർ. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റുമല്ലേ? കമ്പയർ ചെയ്യാനായിട്ട്, കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു റിലേഷൻ പറയാനായിട്ട്. ഏതൊക്കെയായിരിക്കും? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇതെല്ലാം എന്തെന്നാ? കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ വരുമ്പോൾ 2 ഈക്വൽ ടു ഒന്നിച്ചിടണം. ഇതാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ. വെറുതെ ഒരു ഈക്വൽ ടു ആണെങ്കിൽ എന്തെന്നാ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. എന്തെന്നാണ്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്യാനാണ് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു എന്ന് പറയുന്നതിന് 2 ഈക്വൽ ടു ഇടണം, എന്നാലേ ആ ഒരു ഫങ്ഷൻ ഓപ്പറേറ്റർ ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഓപ്പറേറ്റേഴ്സാണ് ഈ കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്.
അടുത്ത അറിയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഏതാണ്? ഈക്വൽ ടു അല്ലേ, ഈക്വൽ ടു പറയുന്നുണ്ട്. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൽ കുറച്ച് കൂടുതൽ ഇത് ഇൻക്രിമെൻ്റ് അസൈൻമെൻറ്റ് എന്നാണ് നമ്മൾ പറയണത്. ഈ ഡിക്രിമെൻ്റ് അസൈൻമെൻ്റ് ആണ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അസൈൻമെൻറ്റ്. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്നറിയോ? എ ഈക്വൽ ടു A+1 എന്ന് ഞാൻ കൊടുക്കുകയാണ്. എ ഈക്വൽ ടു A+1 എന്ന് കൊടുക്കുകയാണ്. നമ്മൾ ഈ മെത്തേഡ് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? A+=1 എന്ന് എഴുതാം. ഓക്കെ, ഈ എനെ അങ്ങ് ഒമിറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തെന്നാ? A = A+1. അപ്പോൾ ഇതാണ് ഈ കാണുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ സിംഗിൾ അസൈൻമെൻറ്റും വരുന്നത്. A- = A- എന്ന് പറഞ്ഞാൽ എന്ത് വരും? A- = 2 എന്ന് പറഞ്ഞാൽ A = A-2 എന്ന് വരും. ഓക്കെ, അങ്ങനെ എല്ലാ ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൻ്റെയും കൂടെ എന്ത് ചെയ്യാം? ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമുക്കിടാൻ പറ്റും. ഓക്കെ.